ഇന്ന് അരി ആട്ടിയതാണ് കേട്ടോ. ദോശമാവാണ്. അപ്പൊ നാളെ ദോശയാണ്. അയ്യോ കുറച്ച് ഉപ്പിട്ടില്ലല്ലോ. പൊടിപ്പ് കുറച്ച് ഇടണം. പൊടിപ്പിടണം. ദോശമാവാണത്. പ്ലഗ് ഊരിപ്പോയി. പ്ലഗ് ഇട്ടിട്ടൊന്നും മേടിക്കാൻ കഴുകി വെള്ളം ഒഴിച്ച് തിരിക്കേണ്ടതിന് പഴാതൊക്കെ ഊരി. അതുകൊണ്ട് നല്ല നമുക്ക് ഒരു കുടുക്കാതെ ജാറ് എന്നിട്ട് ഈ മാവ് അടച്ചു വെക്കണം. അടച്ചു വെക്കണം. അടച്ച് വെക്കണം. ഇനിയിപ്പോ ഒഴിച്ച് വെക്കലാണ് അടുത്ത പരിപാടി. കുടിക്കാൻ അത് കഴുകി വെക്കാൻ മതി. ഇതിലേക്ക് കുടിക്കാനുള്ള അടുത്ത പരിപാടി ഞങ്ങൾക്ക് പഠിക്കാൻ പോണം. ശിവത്തിനും കുറച്ച് പഠിക്കാനുണ്ട്. ശിവതോട് ബ്രഹ്യാച്ചം കളിക്കുന്നു. രാമ രാമ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വെച്ചോളൂ. എനിക്ക് പ്രശ്നമില്ല. പകുതി ബീറ്റ്റൂട്ട് ഒരൊറ്റ വീസലാണ് വേണം. വീസലിൽ വേണ്ട പകുതി. ഇത് തോല് പോക്കട്ടോ. ഞങ്ങളിപ്പോ ഞാനും ശിവത് സ്കൂള് വിട്ട് വന്ന് 4:30. അപ്പൊ അവന് റാഗി ഉണ്ടാക്കി കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സൈക്കിളോട്ടത്തിന് പോയിട്ടോ. ഒരു 1.5 മണിക്കൂർ സൈക്കിൾ ഓടിക്കാൻ പോയി. ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അത്രയും സമയം സൈക്കിൾ ഓടിച്ച അത്രയും സമയം ഫോണ് മിസ്സായിരുന്നു. പിന്നെ അന്ന് അവൻ്റെ ഫ്രണ്ട് പറഞ്ഞില്ല. അവന് കുറെ പഠിക്കാനുണ്ടല്ലോ. CBSE ആണ് പഠിക്കുന്നത്. അവന് കേരള സിലബസ് ആണ്. അവനങ്ങനെ പഠിച്ചാൽ മതി. ഓവർ റിസ്ക് കളിക്കുകയും ഒക്കെ ചെയ്യട്ടെ. കുട്ടിക്കാലല്ലേ. പണക്കാലം കളിക്കാനാ വലുതായിട്ട് കളിക്കാൻ ചോദിച്ചാൽ നടക്കുവോ? ഇല്ല. അപ്പൊ ഓര് പഠിച്ച് പഠിച്ച് കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പപ്പ് ചെയ്ത് എല്ലാം ഷെയർ ചെയ്ത് ഒക്കെ നല്ല വൃത്തിയിൽ കാര്യങ്ങൾ പഠിക്കണം. പക്വത വേണം മക്കൾക്ക്. അതാണ് എന്ത് കാര്യം വന്നാലും ഫേസ് ചെയ്യാനുള്ളൊരു ശക്തി വളരെ മനസ്സിലായിട്ട്. ഞാനതാണ് എപ്പോഴും പറയുന്നത്. പഠിച്ച് അവിടെ എത്തട്ടെ. അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. അപ്പൊ എന്ത് ചെയ്യാ? ബീറ്റ്റൂട്ട് അങ്ങനെ ചെറിയൊരു വീടാട്ടോ. ഞങ്ങൾക്ക് പരാതികളും പരിഭവങ്ങളും ഇല്ല. തന്ന അനുഗ്രഹത്തിന് ഭഗവാനോട് നന്ദി പറയും. എന്താ വെച്ചാൽ കുഞ്ഞു വീട് എന്നെങ്കിലും പഴയ വീടും കൊണ്ട് കിടക്കാനാകുന്നുണ്ടല്ലോ. അങ്ങനെ പരാതിയും പരിഭവമൊന്നുമില്ല. തന്നത് ഭഗവാനോട് അനുഗ്രഹം. വലിയ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നുമില്ല.
അന്ന് കഴിയുന്നു. നാളെ എന്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, വേവലാതിപ്പെടാറില്ല. അപ്പൊ അങ്ങനെ സുഖമായിട്ട് മുന്നോട്ട്. പിന്നെ ഇവനൊരേട്ടനുണ്ട് കേട്ടോ, വലിയൊരു കുട്ടിയാണ്, 20 വയസ്സായിട്ട് ബാംഗ്ലൂരാണ്, ഫിസിയോതെറാപ്പിക്ക് പഠിക്കുകയാണ്. ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാതെ ഞങ്ങള് മുന്നോട്ട് പോകും. അപ്പൊ ഇത് ശിവത്തിനുള്ള ഉപ്പേരിയാണ്, ഒന്നുമില്ല, രാത്രി ഓനും ബീറ്റ്റൂട്ടിന്റെ ഉപ്പേരിയും അതിങ്ങനെയല്ല ചെറുങ്ങനെ കഥ പറച്ചില്ല ഉച്ചക്ക് ചെറുപയറാട്ടോ അവൻ കൊണ്ടുപോവുക, സ്കൂളിലെ കറി കിട്ടില്ല. ഒരു ദിവസം സ്കൂൾ സാമ്പാർ ഉണ്ടായിരുന്നു, ഒരു ദിവസം ഞാൻ സാമ്പാർ വെച്ച് കൊടുത്ത്, ബാക്കി എന്നൊക്കെ സാമ്പാർ വെക്കാനാവില്ലാലോ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ. നല്ല സ്കൂളാട്ടോ, ഇവിടെ സ്കൂള് നല്ല സ്കൂൾ. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ കളിക്കും പ്രാധാന്യം നൽകുന്നത്. അതായത് കുട്ടികൾക്ക് വ്യായാമം ഉണ്ടെങ്കിൽ, ശാരീരികമായിട്ട് എന്താ പറയാ, വ്യായാമം ഉണ്ടെങ്കിലാണെങ്കിൽ ഒന്നും നമുക്ക് മാനസികമായ വളർച്ച ഉണ്ടാവില്ല. ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും ഒക്കെ വ്യായാമം വേണം. അപ്പൊ അതിനൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതാണ് കുട്ടികൾക്ക്. എന്താ പറയുക, ഒരു മെന്റൽ പ്രഷർ ഇല്ലാതെ മെന്റൽ പ്ലഷറോടുകൂടി പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് തിരുവള്ളൂർ GUPS. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്കൂളാണ്. എല്ലാ ടീച്ചേഴ്സും ഇവരൊന്നും വെച്ചാൽ ആരും മോശമായിട്ടുള്ളവരില്ല. ഞങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും വീഡിയോ എടുക്കേണ്ടതിനെ കൊണ്ട് ഞങ്ങൾ എടുക്കുകയാണ്. പക്ഷെ വെളിച്ചെണ്ണ അതിൽ വെച്ച് കടുക് പൊട്ടി കോല പല സ്റ്റൈലായിട്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വെച്ച് നിർത്തുക കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എൻ്റെ മോൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.